CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശാ വർക്കർമാരുടെ നേതാവിനെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ചത് കേട്ടുനിന്ന ഒരാളാണ് താങ്കൾ അല്ലേ? നോക്കൂ, പാട്ടപ്പിരിവിലൂടെയും ബക്കറ്റ് പിരിവിലൂടെയും പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന് ഇപ്പോഴെന്താ ഇതിനോടൊക്കെ ഇങ്ങനെ പുച്ഛം തോന്നാനുള്ള കാരണം? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് വ്യക്തമല്ലായിരുന്നു, എങ്കിലും കുറേ ശബ്ദം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് ഈ കേരളത്തിലെ സമരത്തിനെതിരാണ് ഗവൺമെൻറ്റെന്നും ഒക്കെ രൂപത്തിലൊരു പ്രചരണം നടത്തുന്നത് കേട്ടു. ഏറ്റവും ജനാധിപത്യപരമായ കാര്യങ്ങൾ നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നും പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? കേരളത്തിലെ സമരത്തെ ആരും നിരോധിച്ചിട്ടില്ല, ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ 14 അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ BJP ഗവൺമെൻറ് തൊഴിലാളികളുടെ എല്ലാ സംഘടനാ സ്വാതന്ത്ര്യങ്ങളും അവരുടെ അവകാശങ്ങളും പിച്ച് ചെയ്തി കോർപ്പറേറ്റുകൾക്ക് ദാസ്യപ്പണി ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത്. അതാണ് രാജ്യത്തെ മുഴുവൻ തൊഴിൽ നിയമങ്ങളും ക്രോഡീകരിച്ച് 4 കോഡാക്കി മാറ്റിയത്. അതിനെതിരായിട്ട് വലിയ സമരം രാജ്യത്ത് നടക്കുകയാണല്ലോ. അതുമാത്രമാണോ? സാർവദേശീയം അംഗീകരിച്ച ഒരു തൊഴിൽ സമയമുണ്ടല്ലോ, 8 മണിക്കൂർ എന്നുള്ളത്. ആ 8 മണിക്കൂർ 14-16 മണിക്കൂർ വരെ ആക്കാമെന്ന രൂപത്തിൽ ആലോചന നടത്തി മുന്നോട്ട് പോകുന്നത് കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ദാസ്യപ്പണിയുടെ ഭാഗമാണ് ഈ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഈ ആശമാരെ സംബന്ധിച്ച് പറയുമ്പോൾ 2005 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. നേരത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നുള്ളത് പിന്നീട് പരിഷ്കരിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാക്കി. ആ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കൊണ്ടുവന്ന സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ മേഖലയെ സന്നദ്ധ പ്രവർത്തകർ എന്ന രൂപത്തിലാണല്ലോ അവരെ പറയുന്നത്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കണ്ടേ? ആ നിയമിച്ച നിയമന അധികാരികളാണല്ലോ ശമ്പളം കൊടുക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആദ്യം വന്ന UPA ഗവൺമെൻറ് ഇവരെ സഹായിച്ചില്ല. പിന്നീട് അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് അവരെ സഹായിച്ചിട്ടില്ല. അവർ സന്നദ്ധമായി സേവനം ചെയ്തോണം. പക്ഷേ ആ കുടുംബങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്? വർഷം ഇപ്പോൾ 10 വർഷം കഴിഞ്ഞല്ലോ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ഈ പാവപ്പെട്ട ആളുകൾക്ക് പിന്നെ ഹോണറേറിയം എന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? 20 ലക്ഷം ആശമാരല്ല ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലാണ്ട് 26,000 ആശമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിങ്ങനെ BJP ഗവൺമെൻറ്റും മറ്റ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും ഒക്കെ ഉള്ളിടത്ത് അങ്ങ് വാരിക്കോരി ആശമാർ കൊടുത്ത് അവരെ അങ്ങ് സംരക്ഷിച്ച് സഹായിച്ചു പോകുന്നവർ ഞങ്ങളാണ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ദ്രോഹം ചെയ്യുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്ത് വസ്തുതയാണ് ഇതിനകത്തുള്ളത്? 2005 മുതലുള്ള കണക്ക് കേരളത്തിൽ എൻ്റെ ചോദ്യം അത് ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് നിങ്ങൾക്ക് സമരത്തോട് വിയോജിപ്പുണ്ടാവും, പക്ഷേ ആ സമരം നയിക്കുന്നവരെ എന്തിനാണ് സാർ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത്? എന്താണ് നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അവരെ വിളിച്ചത്? സാംക്രമിക രോഗം പരത്തുന്ന കീടം. അതുകൊണ്ട് എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? അല്ല, ഈ സമരത്തിനാരും എതിരല്ല. ഈ സമരത്തിന് അവരോട് പങ്കെടുക്കാൻ ആളുകളില്ലല്ലോ രാജ്യത്ത്. ഈ കേരളത്തിലെ 26,000 ആശമാരുണ്ടല്ലോ. അവരുടെ സമരത്തിൽ എത്ര പേരുണ്ട്? പുറത്തു നിന്ന് കുറേ ആളുകൾ, SUCയുടെ കുറേ നേതാക്കന്മാരവിടെ ആദ്യം രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചു. ആ ആശമാരുടെ സംഘവുമാണ് നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു പോയി. ആശമാരെല്ലാം തിരിച്ചു പോയില്ലേ? ഇന്നിപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നവരാരാ? ആശമാരുണ്ട്, നാമമാത്രമായ ആശമാരാണുള്ളത്. 26,000 ആശമാരില്ല. 24,000 ആശമാരും CITയുടെ അംഗങ്ങളാണ്. അതെ, ആള് കുറവാണെങ്കിൽ ഈ സമരത്തെ എന്തിനാണ് ഭയക്കുന്നത്? അവർ കുറച്ച് ദിവസം അവിടെ ഇരുന്നോളും. അവർ സമരം പരാജയപ്പെട്ട് അവർ മടങ്ങിപ്പോകും എന്ന് മാത്രം കരുതിയാൽ പോരെ? നിങ്ങൾ എന്തിനാണ് ഇതിനെ ഈർക്കിൽ സംഘടന എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവരുടെ നേതാവിനെ സാംക്രമിക രോഗം പരത്തുന്ന കീടമാണ് എന്നൊക്കെ പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ ശ്രീ ഹരിദാസ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ നേതാവാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ ഹരിദാസ്? താങ്കൾ ഇത് കണ്ടതാണ്, കേട്ടതാണ്? അല്ല, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ ഒരു സ്ത്രീയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന പ്രവർത്തനം നടത്തിയില്ല. സമൂഹത്തിൽ അന്തചിത്രം പേരെടുത്ത് പറഞ്ഞല്ലേ അധിക്ഷേപിച്ചത്? ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. അങ്ങനെയുള്ളവരെ കുറിച്ച് ഒന്ന് അഭിസംബോധന ചെയ്യുന്നേ ഉള്ളൂ. അവരെ അങ്ങ് ആക്ഷേപിച്ചെന്നുള്ളൂ വ്യക്തിപരമായിട്ട്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. അതിനപ്പുറം ഒരു സ്ത്രീ എന്ന രൂപത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്.
ഏതാ സാംക്രമിക രോഗം പരത്തുന്ന കീടം? അങ്ങനെയാണോ? അല്ല ഈ സംസ്ഥാന ഉപാധ്യക്ഷൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, വസ്തുതാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ നമ്മുടെ സമൂഹത്തിൽ മറ്റ് അന്തഃഛിദ്രം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും പ്രചരണം സംഘടിപ്പിക്കുന്നവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംബോധന ചെയ്യത്തില്ലേ? അതിനപ്പുറമായിട്ട് ഏറെണ്ട് അവരെ വ്യക്തിപരമായിട്ട്. അല്ല, അതിനെ മാന്യമായ ഭാഷയിൽ വിമർശിച്ചൂടെ ഹരിദാസ്? മാന്യമായ ഭാഷയിൽ വിമർശിച്ചൂടെ? സാംക്രമിക രോഗം പരത്തുന്ന കീടമാണ് പാട്ടപ്പിരിവ്. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളുടെ മുന്നിൽ പാട്ട കുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിൽ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു ആള് കുറവാണെന്ന്. ഈ സമരത്തിൽ ആൾ സാന്നിധ്യം കുറവാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ രീതിയിൽ അതിനെ അവഗണിച്ചാൽ പോരെ, പ്രതികരിക്കാതിരുന്നാൽ പോരെ? നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും നേതാക്കന്മാർ മത്സരമാണ്, ആരാണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപം നടത്തുന്നത്, അവഹേളിക്കുന്നത്? ആ ഒരു മത്സരമല്ലേ? കഴിഞ്ഞ ദിവസം CITU നിങ്ങളുടെ നേതാവ് എളമരം കരീമായിരുന്നു ഇവരെ അവഹേളിച്ചത്. ഇപ്പോഴിതാ CITU സംസ്ഥാന ഉപാധ്യക്ഷൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പറയുമ്പം ഒരു നിരപരാധിയായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ ചെന്നു, അന്നേരം ആ മന്ത്രിയുടെ ഭർത്താവ് എന്നെ ആട്ടി ഓടിച്ചെന്നൊക്കെ അവാസ്തവമായ അപവാദ പ്രചരണം സംഘടിപ്പിക്കില്ല. എന്താ അതിനെ ഒരു ഗൗരവത്തോട് കാണാത്തത്? അതിനെന്താ കാണുന്നത്? അങ്ങനെ അവാസ്തവം പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ, അവാസ്തവം പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? വാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, അവർ അവാസ്തവം പറയുന്നു അല്ലെ കള്ളം പറയുന്നു വിചാരിക്കുക. അല്ല, അങ്ങനെയുള്ള ഒരു വനിതാ നേതാവിനോട് ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? CITUവിന്റെ സംസ്കാരം ഇതാണോ? വനിതാ നേതാവല്ലേ, ഒരു വനിതയല്ലേ? അതെ. അല്ല, ഇവര് വീട്ടിൽ പോയി തെറി വിളിച്ചോ? അല്ല, രൂപത്തിൽ ആ വനിതയ്ക്കുള്ള പരിഗണന കൊടുക്കാതെ ശ്രീമതി മിനി മന്ത്രിയുടെ വീട്ടിൽ പോയി മന്ത്രിയെ തെറി വിളിച്ചോ? അല്ലെങ്കിൽ മന്ത്രിയുടെ കുടുംബത്തെ, മന്ത്രിയുടെ ഭർത്താവിനെ തെറി വിളിച്ചോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതില്ലേ മന്ത്രിയുടെ ഭർത്താവ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്? അതായിക്കൊള്ളട്ടെ, ആർക്കും വക്കീൽ നോട്ടീസ് അയക്കാം, ആർക്കും വക്കീൽ നോട്ടീസ് അയക്കാം. അതല്ല കാര്യം. ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഈ മിനി ഒരു പൊതുപ്രവർത്തകന്റെ ജോലി അല്ലെ ഒരു പൊതുപ്രവർത്തകരുടെ ജോലി സത്യമായിട്ട് പറയണ്ടേ? നിങ്ങൾ അവഹേളിച്ച ഈ മിനി ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ മന്ത്രി വീണ ജോർജിനെ പരിഹസിച്ചിട്ടുണ്ടോ, കളിയാക്കിയിട്ടുണ്ടോ, അധിക്ഷേപിച്ചിട്ടുണ്ടോ, അപമാനിച്ചിട്ടുണ്ടോ, അവഹേളിച്ചിട്ടുണ്ടോ? അവർക്ക് അനുകൂലം ചെയ്യുന്ന ഓണറെ വർദ്ധിപ്പിക്കുന്നതിൽ എന്തോ നിങ്ങൾ ഈ പറയുന്ന മിനി ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ വീണ ജോർജിനെ അപമാനിച്ചിട്ടുണ്ടോ? ഈ ഭാഷയിൽ ഇപ്പൊ നിങ്ങളുടെ നേതാവ് ഹർഷകുമാർ പറഞ്ഞ ഭാഷയിൽ അവഹേളിച്ചിട്ടുണ്ടോ, അപമാനിച്ചിട്ടുണ്ടോ? അല്ല, അത് അപമാനിച്ചൊന്നുമല്ല. അങ്ങനെ അതിനുവേണ്ടിയല്ലല്ലോ യോഗം ഞങ്ങൾ സംഘടിപ്പിച്ച് അവരെ വിളിച്ച് ഇങ്ങനെ അപമാനിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. അതിന് അക്കൗണ്ടും വലിയ സംഭവമൊന്നുമല്ലല്ലോ. അവര് അവിടെ കള്ളം പറയാതെ ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി അത് പ്ലേ ചെയ്യാം. നിങ്ങളുടെ നേതാവ് സംസ്ഥാന ഉപാധ്യക്ഷൻ PB ഹർഷകുമാർ എന്താണ് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം, കേൾപ്പിക്കാം. പ്രേക്ഷകരും അത് കണ്ടതും കേട്ടതുമാണ്. മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണ് എന്ന് പറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ്. എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പ്രയോഗത്തിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറ. അതിനുശേഷം നമുക്ക് സമരത്തിന്റെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കാം. അല്ല, അങ്ങനെ ഒരു സാംക്രമിക രോഗം പരത്തുന്നതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അവര് ആ ഉദ്ദേശിച്ചത് അതിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുണ പ്രചരിപ്പിച്ച് സമൂഹത്തിലെ വിഷലിപ്തമായ പ്രചരണം സംഘടിപ്പിക്കുന്നതിനുള്ള അതിന്റെ അർത്ഥം. അല്ല, വേറൊന്നുമില്ല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ശരി.